കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. 200-ലേറെ പേരെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇത്തരം ദുരന്തബാധിത പ്രദേശങ്ങളിൽ മനുഷ്യർ നിസ്സഹായരാകുമ്പോൾ ഇത്തരം സ്നിഫർ നായ്ക്കളുടെ സേവനം വളരെ നിർണായകമാണ്. ഇന്ത്യൻ ആർമിയുടെ മീററ്റിലെ റീമൗണ്ട് വെറ്റിനറി കോർപ്പ് സെന്ററിൽ പരിശീലനം നേടിയ ബെൽജിയൻ മാലിനോയ്സ്, ലാബ്രഡോർ, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ മുന്തിയ ഇനം ആർമി നായകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. മണ്ണിനടിയിൽ ജീവന്റെ അടയാളങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനും മൃതദേഹങ്ങൾ കണ്ടെത്താനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ സഹായം നിർണായകമാകും. മണ്ണിനടിയിലെ ജീവന്റെ അടയാളങ്ങൾ മണത്തറിയാൻ പ്രാവീണ്യം നേടിയ നായ്ക്കളാണ് യൂണിറ്റിലുള്ളത്. ലോകോത്തര പോലീസ് നായകളാണ് ബെൽജിയൻ മാലിനോയ്സ്. ഒസാമ ബിൻ ലാദനെ പിടികൂടാനായി പാകിസ്ഥാനിൽ പറന്നിറങ്ങിയ അമേരിക്കൻ കമാൻഡോ സംഘത്തിൽ കൈറോ എന്നു പേരുള്ള ഒരു ബെൽജിയൻ മാലിനോയ്സ് ഇനം നായയുണ്ടായിരുന്നു. അന്ന് ആ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഇവർ താരങ്ങളായി മാറിയത്. സിറിയയിൽ സൈനിക നടപടിക്കിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ വകവരുത്തിയ US സൈനികർക്കൊപ്പവും ബെൽജിയൻ മാലിനോയ്സ് നായകളുണ്ടായിരുന്നു. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇവരെ പ്രശംസിച്ചത് വാർത്തയായിരുന്നു. ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായകളെയാണ് കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് മുമ്പ് സമാനമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇവയെ ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പ്രതിരോധ വകുപ്പ് ഡോഗ് സ്ക്വാഡിന്റെ സേവനം ലഭ്യമാക്കിയത്. തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശത്ത് NDRF സംഘം നടത്തിയ ഓപ്പറേഷൻ ദോസ്ത് രക്ഷാപ്രവർത്തനത്തിൽ റാംബോ, ജൂലി, റോമിയോ, ഹണി എന്നീ നായ്ക്കളുടെ സേവനം ലോകശ്രദ്ധ നേടിയിരുന്നു. ടൺ കണക്കിന് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 6 വയസ്സുകാരിയെ രക്ഷിച്ചത് NDRFന്റെ ഡോഗ് സ്ക്വാഡായിരുന്നു. സ്വതന്ത്രമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരും വേഗത്തിൽ പ്രതികരിക്കുന്നവരും മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ സമർത്ഥരുമാണ് ബെൽജിയൻ മാലിനോയ്സ് നായകൾ. ഈ ഗുണങ്ങൾ ബെൽജിയൻ മാലിനോയ്സിനെ ഏറ്റവും ബുദ്ധിമാനായ നായകളാക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ബെൽജിയൻ മാലിനോയ്സ് ഇന്ത്യയിലെ K9 സ്ക്വാഡുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഇനം നായകളാണ്. ഈ ഇനത്തെ ഉൾപ്പെടുത്തിയ ആദ്യ സേനകളിലൊന്നാണ് സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്. ഇവയ്ക്ക് 20 മുതൽ 30 കിലോമീറ്റർ ദൂരം വരെ അനായാസം സഞ്ചരിക്കാൻ കഴിയും. ഒപ്പം 40 കിലോമീറ്റർ വേഗത്തിൽ പായാനും ഇവർക്ക് കഴിവുണ്ട്. കൂടാതെ യാതൊരു ശ്രദ്ധയും വ്യതിചലിക്കാതെ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. വ്യക്തമായി ഗന്ധം മനസ്സിലാക്കാനുള്ള കഴിവ്, ഏത് കാലാവസ്ഥാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള കഴിവ്, സഹിഷ്ണുത, ശക്തി തുടങ്ങിയെല്ലാം ഇവരെ വേറിട്ട് നിർത്തുന്നു. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തെക്കാൾ ഉപരി രക്ഷാപ്രവർത്തകർക്ക് കാണാൻ കഴിയാത്ത അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ മണം പിടിച്ച് കണ്ടെത്താൻ കഴിവുള്ളവരാണ് ഇവർ. സ്ഫോടക വസ്തുക്കൾ, മയക്കുമരുന്നുകൾ, ബോംബുകൾ എന്നിവ മണം പിടിച്ച് കണ്ടെത്താൻ ഇവയ്ക്ക് അത്യധികം കഴിവുണ്ട്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അടിയന്തര രക്ഷാപ്രവർത്തനം എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുകയാണ് ഈ ഡോഗ് സ്ക്വാഡ്. മാത്രമല്ല, കേരള പോലീസിലും ബെൽജിയൻ മാലിനോയ്സ് നായകളുണ്ട്. കഡാവർ സ്പെഷ്യലിസ്റ്റുകളായ പോലീസിലെ ബെൽജിയൻ മാലിനോയ്സ് നായകളായ മായയും മർഫിയും മുണ്ടക്കൈയിൽ തെരച്ചിലിൽ സജീവമാണ്. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലാണ് ഇരുവർക്കും പ്രത്യേക പരിശീലനം നൽകിയിട്ടുള്ളത്. മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. സർക്കാർ ലാബിൽ നിന്ന് രക്തവും സർക്കാർ ആശുപത്രികളിൽ നിന്ന് പല്ലും ശേഖരിക്കും. ഈ രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കും. കുപ്പിയിൽ ദ്വാരമുണ്ടാക്കിയ ശേഷം ഇത് മണ്ണിൽ കുഴിച്ചിടും. മൃതദേഹത്തിന്റെ ഗന്ധമുള്ള സ്യൂഡോസെന്റ് എന്ന രാസവസ്തുവും പഞ്ഞിയിൽ പുരട്ടും. ഇത് കണ്ടെത്താനാണ് ദിവസവും പരിശീലിപ്പിക്കുന്നത്. 2020 പെട്ടിമുടിയിൽ 8 മൃതദേഹങ്ങളും 2021 കൊക്കയാറിൽ 5 മൃതദേഹങ്ങളും കണ്ടെത്താൻ ഇവർ സഹായിച്ചിരുന്നു.